ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി സിമ്പിൾ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റൈസാണ്. എഗ് ഫ്രൈഡ് റൈസാണ്. ഭയങ്കര സിമ്പിളാണ്, ടേസ്റ്റാണ് വേറെ ലെവലും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസിന് അറിയാമല്ലോ, ബസ്മതി റൈസാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു പാനിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബസ്മതി റൈസ് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം വേണം കുതിർത്ത് വെക്കാനായിട്ട് പച്ചവെള്ളത്തിൽ. എന്നിട്ട് ഏകദേശം 1 മണിക്കൂർ എന്തായാലും കുതിരാൻ വേണ്ടി വേണം കേട്ടോ. അത് പിന്നെ ഓരോ അരിൻ്റെ ഇതുപോലെ ഇരിക്കും. അങ്ങനെ ഞാൻ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുള്ള അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇളക്കാൻ നിൽക്കണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ വേവ് എന്ന് പറയുമ്പോൾ ഓവറങ്ങ് വെന്തുടയാൻ പാടില്ല. ഒരു 80-85% വേവിക്കുക കേട്ടോ, ഓവറങ്ങ് വേണ്ട. പിന്നെ നമുക്ക് വേറെ കുറച്ചുകൂടി സെപ്പറേറ്റ് പിന്നെ ചെയ്യാനുണ്ട് കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചിലൊക്കെ കൊടുക്കാനെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇതുപോലെ റൈസ് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. അങ്ങനെയാലും മതി. അങ്ങനെയാണെങ്കിൽ രാവിലെ പരിപാടി ഈസി ആയിട്ട് കഴിയുമല്ലോ, വെറും 5 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ റൈസ് ഏതാണ്ട് വേവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതുപോലെ ഒരു 80-85% അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. ഓവർ അങ്ങ് വെന്ത ഉടനെ അതിന് ഒട്ടും തന്നെ ടേസ്റ്റും ഉണ്ടാവില്ല. ഫ്രൈഡ് റൈസിന് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടുമില്ല. അപ്പോൾ ഇത് കണ്ടില്ല, ഒട്ടും തന്നെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി റൈസിൻ്റെ മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. കുറച്ചൊരു വലുപ്പമുള്ള സൈസ് പാൻ തന്നെ എടുക്കണം ഇതുപോലെ ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പാൻ ചൂടായ സമയത്ത് ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായ സമയത്ത് ഞാൻ ഇതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3-4 എടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുന്നതാണെങ്കിൽ സ്കൂളിലേക്കൊക്കെ ആണെങ്കിൽ ഒരു 4 എടുത്തോ. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയൊന്ന് വറവാക്കി എടുക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ മുട്ട ഇതുപോലെ ഞാൻ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മുട്ട ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് വീണ്ടും സെയിം പാനിൽ തന്നെയാണ് 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ബീൻസ് ഇല്ലേ, അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം ക്യാബേജും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ 3ഉം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു ചെറിയ സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ ഇല്ലേ, അത് ഏതാണ്ട് ഒരു 1/4 കപ്പോളം ഉണ്ടാവും. അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഞാൻ ഏകദേശം ഒരു 4-5 വെളുത്തുള്ളി അല്ലി ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കരുത് കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം വേറെ കളേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ക്യാപ്സിക്കം ഒന്നും ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്പ്രിംഗ് ഓണിയന്, ക്യാപ്സിക്കം ഇതൊക്കെയാണ് ടേസ്റ്റ് വരുന്നത് തന്നെ. അതുകൊണ്ട് ഏകദേശം ഒരു 1/4 to 1 കപ്പ് വരെയൊക്കെ എടുക്കുക. എന്നിട്ട് കുറച്ചൊരു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അറിയാമല്ലോ, ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസ് വഴറ്റിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഹാഫ് വേവിലൊക്കെ എടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ഒന്ന് ഓവർ കുറച്ച് വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ടു ഹൈയിൽ ഇട്ടിട്ട് തന്നെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ, കറക്റ്റ് പെർഫെക്ഷനും കിട്ടുള്ളൂ. അതുപോലെ തന്നെ വേറെ കാര്യം, എപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഫ്രൈഡ് റൈസിനൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരു കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ഷേപ്പ്, എല്ലാ വെജിറ്റബിൾസും ഒരേ രീതിക്കായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഒരേ വലുപ്പത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഹാഫ് വേവ് ആകുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏതാണ്ട് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കുക. കാരണം നമ്മളിതിൽ വേറെ എരിവിനായിട്ടൊന്നും ആഡൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫ്ലേവറും എരിവൊക്കെ നോക്കുക കേട്ടോ, എന്നിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് സോയ സോസാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയ സോസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയില്ലായിരുന്നോ, ഇതുപോലെ വറവാക്കി വെച്ച്, ആ മുട്ട മൊത്തത്തിൽ ഈ ഒരു ടൈമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. മുട്ടയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണേ. നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടുക, പിന്നെ റൈസിൽ ഓൾറെഡി ഇട്ടതാണല്ലോ. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള റൈസ് വെജിറ്റബിൾസൊക്കെ അളവിൽ വ്യത്യാസം എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും വ്യത്യാസം എടുക്കണേ. അളവ് വെജിറ്റബിൾസിലും വേണം, അരിയിലും ഒക്കെ വ്യത്യാസം എടുക്കുക. എന്നിട്ട് ഇതാ പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു ഭാഗമാണ് ഇതൊക്കെ. ഈ മിക്സിംഗ് ആണ് ഫ്രൈഡ് റൈസിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ അല്ലേ നമ്മൾ നേരത്തെ എടുത്തത്, ഇപ്പം നമ്മൾ അതിൻ്റെ ഗ്രീൻ പോർഷൻ എടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക. അതും ഹറിബറി ആയിട്ട് അങ്ങ് നമ്മൾ കുഴച്ചങ്ങ് എടുക്കാനും പാടില്ല കേട്ടോ. ഒന്ന് നമ്മൾ എന്താ പറയുക, ചില്ലിയിട്ട് മിക്സ് ചെയ്യാന്ന് പറയില്ല, അതുപോലെ ഒന്ന് ചില്ലി മിക്സ് ചെയ്യുക കേട്ടോ. അത് എനിക്ക് കറക്റ്റ് നിങ്ങളെ ഭാഷയിൽ എന്താ പറഞ്ഞുതരാമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ആ ഒരു ഫ്ലേവറും റൈസും എല്ലാം ഒക്കെ കൂടി റൈസിലും കൂടി പിടിച്ച് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇത് 2-3 മിനിറ്റിന് ശേഷം നമ്മുടെ ചോറൊക്കെ റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. നിങ്ങൾക്ക് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും തന്നെ അങ്ങനെ കുഴഞ്ഞു പോയിട്ടോ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. നല്ല സ്റ്റിഫായിട്ട് റൈസൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ ഇത് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് പാത്രം കാലിയാക്കിയിട്ട് കഴിച്ചോളും. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള സൈഡ് എന്താണോ ഇഷ്ടമുള്ള അത് വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്